ഒരു നേച്ചർ സ്റ്റൈൽ അക്വേറിയം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ കുറേയേറെ വീഡിയോകൾ യൂട്യൂബിലുണ്ട്. എന്നാൽ മലയാളത്തിൽ അതിൻ്റെ അധികം വീഡിയോകൾ ഞാൻ കണ്ടിട്ടില്ല. സ്വയം ഒരു അക്വേറിയം ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇടുക എന്നത് വാസ് എ ലോങ് ടേം ഡ്രീം ഓഫ് മൈൻ. എന്നാൽ യൂട്യൂബിന് വേണ്ടി സ്വന്തം ഒരു അക്വേറിയം ഉണ്ടാക്കിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കും ഒന്ന് മനസ്സിലായത്. എന്നാലും എന്തൊക്കെയായാലും ഈ ഒരു അക്വേറിയം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയെന്നുള്ളതിൻ്റെ ആദ്യം തൊട്ടുള്ള അവസാനം വരെയുള്ള സ്റ്റെപ്പുകളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു അക്വേറിയം ഉണ്ടാക്കിയപ്പോൾ ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. കഥയിൽ അങ്ങ് ചാടി കയറാതെ അതിൻ്റെ ഓരോ കാര്യങ്ങളും അതിൻ്റെ ഒരു സമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ട് മൂന്ന് അക്വേറിയങ്ങൾ സ്വയം ഉണ്ടാക്കിയ ധൈര്യത്തോടെ ഇപ്രാവശ്യത്തെ അക്വേറിയം ബിൽഡിനുള്ള ചില്ല് സ്വയം ഉണ്ടാക്കാമെന്ന് ഞാനൊന്ന് തീരുമാനിച്ചു. അതും ഒറ്റയ്ക്ക്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക്. അതിനായി മനസ്സിലുണ്ടായിരുന്ന അക്വേറിയത്തിൻ്റെ സൈസിനുള്ള ചില്ല് അടുത്തുള്ള ഗ്ലാസ് കട്ടിംഗ് കടയിൽ ചെന്ന് മുറിപ്പിച്ചെടുത്തു. അക്വേറിയം ഒട്ടിക്കാനായി സിലിക്കോൺ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഡ്ജുകൾ നല്ല നീറ്റായി വരാനായിട്ട് ടേപ്പ് ഒട്ടിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് അക്വേറിയം സേഫ് ആയിട്ടുള്ള സിലിക്കോൺ ഗണ്ണും വാങ്ങിച്ചിട്ട് പണി തുടങ്ങി. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സിലിക്കോൺ നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ചില്ലങ്ങ് ഒട്ടിച്ചു. സെക്കൻഡ് ചില്ല് ഒട്ടിക്കാനായിട്ടുള്ള സിലിക്കോൺ റെഡിയാക്കുമ്പോഴാണ് എന്നിട്ടും വിട്ടുകൊടുക്കാതെ 2ഉം 3ഉം ഫൈനലി 4ാമത്തെയും ചില്ല് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കോർണറിലൊന്നും സിലിക്കോൺ വേണ്ടത്രയും ആയിട്ടില്ല. അതോടെ അങ്ങ് മടുത്തു. പിന്നെ ക്യാമറയൊക്കെ അങ്ങ് ഓഫ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരുന്ന് ചില്ലൊക്കെ തുടച്ചെടുത്ത് ഫൈനലി വീട്ടുകാരുടെ സഹായത്തോടെയാണ് അക്വേറിയം സെറ്റാക്കിയത്. 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് അക്വേറിയത്തിൽ വെള്ളം നിറച്ച് സീലൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയാണ് ബാക്കിയുള്ള ബിൽഡിലോട്ട് മുന്നോട്ട് പോയത്. ഈ ഒരു സെറ്റപ്പിനായി യൂസ് ചെയ്യാൻ പോകുന്ന ഡ്രിഫ്റ്റ്വുഡിൻ്റെ കഷ്ണങ്ങളാണ് ഈ കാണുന്നത്. ഒരു പ്രത്യേകതരം കർവ്ഡായ നല്ലൊരു കഷ്ണം ഡ്രിഫ്റ്റ്വുഡ് ഞാൻ കടയിൽ കണ്ടുപിടിച്ചായിരുന്നു. നെക്സ്റ്റ് ഞാൻ ചെയ്തത് ഈ ഒരു ഡ്രിഫ്റ്റ്വുഡ് വെള്ളത്തിൽ പൊങ്ങിപ്പോവാതിരിക്കാനായിട്ട് അതിൻ്റെ ബേസിൽ ഒരു കല്ലൊട്ടിച്ചു. കോട്ടനും ഫെവിക്വിക്കും ഉപയോഗിച്ചാണ് ഈ കല്ല് ഞാൻ ഡ്രിഫ്റ്റ്വുഡിനോട് ഒട്ടിച്ചത്. രണ്ടാമതായി ഈ 3 കഷ്ണങ്ങൾ കൊണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഷേപ്പ് ഉണ്ടാക്കാമെന്ന് ഞാൻ ഓർത്തു. എന്താണ് എൻ്റെ ഭാഗ്യമെന്ന് നോക്ക്. വീഡിയോ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഉപയോഗിക്കുന്ന ഈ ഫെവിക്വിക്കിൻ്റെ ബോട്ടിൽ തീർന്നു. പുതിയ ബോട്ടിൽ അതിൻ്റെയും ഓഫ് ക്യാമറ പോയി വാങ്ങിച്ചിട്ടും വന്നു. എനിവേ ഫെവിക്വിക്കിൻ്റെ പുതിയ ബോട്ടിലോടെ ആ ഒരു ഷേപ്പ് റെഡിയാക്കി. മെയിനായിട്ടുള്ള എൻ്റെ ഹാർഡ്സ്കേപ്പിൻ്റെ എലമെൻറ്റ്സ് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാനായി ഡ്രിഫ്റ്റ്വുഡിൻ്റെ ബാക്കിയുള്ള ചെറിയ കഷ്ണങ്ങളെടുത്ത് ഈ വലിയ 2 കഷ്ണങ്ങൾക്കൊപ്പം ചേർക്കുകയും ചെയ്തു. ഹാർഡ്സ്കേപ്പ് ഒന്ന് റെഡിയായതോടെ അടുത്ത സ്റ്റെപ്പായിരുന്നു ഇതിൽ മണ്ണിടുക എന്നുള്ളത്. അതിനായി ഏറ്റവും ഫസ്റ്റ് അക്വാ സോയിൽ ഇതിലോട്ടിട്ടു. അക്വാ സോയിൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഫെർട്ടിലൈസറോട് കൂടി റെഡിമെയ്ഡായി നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന അക്വേറിയത്തിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള മണ്ണാണ്. ഏറ്റവും ഫ്രണ്ടിൽ ഈ കറുത്ത മണ്ണ് വരുന്നത് കാണാൻ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഈ കൊതുകുവലയുടെ ഒരു ചെറിയ കഷ്ണം എടുത്ത് ഫ്രണ്ട് ഭാഗത്ത് ഈ അക്വാ സോയിലിനെ ഞാൻ കവർ ചെയ്തു. നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഡ്രിഫ്റ്റ്വുഡ് ഇൻട്രസ്റ്റിംഗ് ആയുള്ള രീതിയിൽ അക്വേറിയത്തിൽ പ്ലേസ് ചെയ്യുക എന്നതായിരുന്നു നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെ കുറച്ച് കല്ലിൻ്റെ കഷ്ണങ്ങൾ ഡ്രിഫ്റ്റ്വുഡിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഇങ്ങനെ ഒരു ലൈനായിട്ട് ചേർത്ത് വെച്ചു. ബാക്കിലിടുന്ന അക്വാ സോയിൽ ഫ്രണ്ടിലിടുന്ന അക്വേറിയം സാൻഡുമായി മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോക്കേഡ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഫ്രണ്ടിൽ ആ അക്വേറിയം സാൻഡ് ഇട്ട് ഒന്ന് ലെവലൊക്കെ ആക്കി ചെയ്തതോടെ അക്വേറിയത്തിൻ്റെ ഹാർഡ്സ്കേപ്പ് എലമെൻറ്റ് കംപ്ലീറ്റ് ആയി. ഡേ 2 തീരുന്നതിന് മുൻപ് അക്വേറിയത്തിന് അത്യാവശ്യമായ 2 കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിലൊന്നാണ് അക്വേറിയത്തിൻ്റെ ഫിൽറ്റർ. ഈ ഒരു സെറ്റപ്പിന് ഞാൻ യൂസ് ചെയ്യുന്നത് RS ഇലക്ട്രിക്കൽസിൻ്റെ ഒരു ഇൻറ്റേർണൽ ഫിൽറ്ററാണ്. ഫിൽറ്ററിൻ്റെ ഫ്രണ്ട് ഓപ്പണിങ്ങിൽ ഒരു ചെറിയ കഷ്ണം ഫിൽറ്റർ സ്പോഞ്ച് റബ്ബർ ബാൻഡോടെ വെക്കുന്നതോടെ അതിൻ്റെ ഫ്ലോ നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അക്വേറിയത്തിൻ്റെ ലെഫ്റ്റ് കോർണറിൽ ഇത് വെച്ചിട്ട് ഫ്രണ്ടിൽ ചെടികളൊക്കെ വെച്ച് കവർ ചെയ്യാൻ പറ്റിയൊരു ഫിൽറ്ററാണിത്. ഒരു പ്ലാന്റഡ് അക്വേറിയത്തിന് ആർഗ്യുവബിളി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് അതിൻ്റെ ലൈറ്റ്. ഫൈനലി ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് കുറച്ച് ദൂരെ നിന്നൊന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഡേ 2 നമുക്ക് അവസാനിപ്പിക്കാം. ഏതൊരു എക്കോസിസ്റ്റത്തിനും നമ്മുടെ കേസിൽ ഈ ഒരു അക്വേറിയത്തിന് ആക്ച്വലി ഒരു ജീവൻ കൊണ്ടുവരാനും അതിൻ്റെ ഒരു ഭംഗിയെ അടുത്ത ലെവലിൽ എത്തിക്കാനും കൂടി ഏറ്റവും വൈറ്റലായ ഒരു കോമ്പണൻ്റ് ആണ് പ്ലാന്റിങ്. മോസ്റ്റ്ലി മണ്ണും മരക്കഷ്ണവും കല്ലുകളും മാത്രമുള്ള ഈ ഒരു അക്വേറിയത്തിന് നല്ലൊരു കളർ വെറൈറ്റിയുടെ ആവശ്യമുണ്ട്.
ലക്കിലി എൻ്റെ കാര്യത്തിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ പ്ലാന്റഡ് ടാങ്കിൽ നിന്നുള്ള സ്റ്റെംസിൻ്റെ കട്ടിങ്സ് ആണ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു അക്വേറിയത്തിൽ നിന്നായതുകൊണ്ട് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിലുള്ള ലൈഫുമായി ഓൾറെഡി സെറ്റായ പ്ലാന്റ്സിൻ്റെ സ്റ്റെം കട്ടിങ് ആയതുകൊണ്ട് ഒരു അക്വേറിയം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെടികളെക്കാൾ എളുപ്പത്തിൽ ഇത് വേര് പിടിക്കുകയും പെട്ടെന്ന് വളരുകയും ചെയ്യും. പെട്ടെന്ന് അങ്ങ് അഴുകി പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് സബ്മേർജ്ഡ് ആയിട്ടുള്ള ഈ ചെടികൾക്ക്. ലുഡ്വിഗിയ സൂപ്പർ റെഡ്, റൊട്ടാല ബ്ലഡ് റെഡ്, AR മിനി എന്നൊക്കെ പലതരത്തിലുള്ള പേരുള്ള ചെടികളാണ് ഈ അക്വേറിയത്തിൽ നിന്ന് ഞാൻ മുറിക്കുന്നത്. ഈ രണ്ടാമത്തെ എൻ്റെ സ്റ്റഡി ഡെസ്ക് അക്വേറിയത്തിൽ നിന്ന് ഞാൻ മുറിക്കുന്നതാണ് ഹൈഡ്രോകോട്ടൽ ട്രൈപാർട്ടീറ്റ, സ്റ്റോറോഗൈൻ റെപ്പൻസ്. ഈ രണ്ട് അക്വേറിയങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിലും അതിലിട്ടേക്കുന്ന പല ടൈപ്പ് ഫിഷും ഷ്രിംസും ക്യാറ്റ് ഫിഷും ഒക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന ഐ ബട്ടണിലോ അല്ലെങ്കിൽ വീഡിയോൻ്റെ അവസാനം വരുന്ന ലിങ്കിലോ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഒരു അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും റിവാർഡിംഗ് ആയിട്ട് ഞാൻ കാണുന്ന സ്റ്റെപ്പാണ് പ്ലാന്റിങ്. എന്നാൽ ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും വലിയ തലവേദനയായി വന്ന സ്റ്റെപ്പുമാണ് ഇത്. അതും ഒരു ഒറ്റ മിസ്റ്റേക്ക് കാരണം. എപ്പോഴും ചെയ്യുന്നത് പോലെ പ്ലാന്റിങ് ഒന്ന് എളുപ്പമാക്കാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ അക്വേറിയത്തിൽ ആദ്യം നിറച്ച് വെക്കാറുണ്ട്. ഇതിലിട്ടേക്കുന്ന മണ്ണൊന്ന് കുതിർന്ന് വരുമ്പോൾ ചെടികളുടെ റൂട്ട്സിന് കയറി പിടിക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ് ഇങ്ങനെ. സമയവും കെയറും എടുത്ത് നേരത്തെ മുറിച്ച ആ ചെടിയുടെ കട്ടിങ്സ് ഒന്നൊന്നായി ഈ ട്വീസറോടെ ഞാൻ ആ മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്യാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റോളം സമയമെടുത്ത് എല്ലാ കട്ടിങ്സും ഞാൻ പ്ലാന്റ് ചെയ്തു. വെള്ളം നിറക്കുക ഇനി എന്നൊരു ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഞാൻ ഓർത്തു. അതങ്ങ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഒന്നൊന്നായി എല്ലാ സ്റ്റെം കട്ടിങ്സും പൊങ്ങിപ്പോന്നു. എന്നിട്ടും പ്രശ്നം എന്താണെന്ന് ശരിക്കും അങ്ങ് എനിക്ക് ക്ലിക്കായില്ല. ഫുള്ളി ഫിൽഡ് ആയ അക്വേറിയത്തിൽ പ്ലാന്റ്സ് നടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എത്ര ട്രൈ ചെയ്തിട്ടും ചെടികൾ പിന്നെയും പൊങ്ങി പോരുമായിരുന്നു. കുറച്ചൊന്ന് സാൻഡും അക്വാ സോയിലും എക്സ്ട്രാ ഇടുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗം എനിക്കുണ്ടായിരുന്നില്ല. അത് ചെയ്തതോടെ ലാസ്റ്റ് ഒരു റൗണ്ട് പ്ലാന്റിങ്ങും കൂടെ നടത്തി. ഇപ്പോൾ വെള്ളം കുറച്ച് ക്ലൗഡി ആയിട്ടാണ് കാണുന്നതെങ്കിലും ഒരു 1-2 വീക്സിന് ശേഷം അത് ക്രിസ്റ്റൽ ക്ലിയർ ആവേണ്ടതാണ്. മനസ്സിൽ വിചാരിച്ച സ്ഥലത്ത് തന്നെ ചെടികളൊക്കെ ഫൈനലി ഒന്നിരുന്നത് കണ്ടപ്പോഴത്തേക്കും ലാസ്റ്റ് ഓൾമോസ്റ്റ് 1 hour ഉണ്ടായിരുന്ന തലവേദനയും നടുവേദനയും അങ്ങനെ അങ്ങ് മാറി. അങ്ങനെ ഫൈനലി അക്വേറിയത്തിൻ്റെ ബിൽഡ് പൂർത്തിയായി. ഇനി ആകെ ബാക്കിയുള്ളത് അക്വേറിയം ഒന്ന് സൈക്കിൾ ആവാനായിട്ടും ചെടിയൊക്കെ നന്നായി ഒന്ന് പിടിക്കാനായിട്ടും ഒരു 1-2 വീക്സ് വെയിറ്റ് ചെയ്യുക എന്നതാണ്. എഡിറ്റിങ്ങിൻ്റെ മാജിക്കോടെ ഒരു 2-3 വീക്സ് കഴിഞ്ഞാൽ ഫൈനൽ അക്വേറിയം നമുക്കൊന്ന് കാണാം. ടു വീക്സ് അല്ല, ആക്ച്വലി ഒരു 1.5 months ശേഷമുള്ള ടാങ്കിൻ്റെ ലുക്കാണിത്. 3 തരം മീനുകളെയാണ് ഞാൻ ഈ അക്വേറിയത്തിൽ ഇട്ടിട്ടുള്ളത്. റോയൽ ബ്ലൂവും വൈറ്റുമുള്ള ഈ ഒരു ബൈ കളർ ബെറ്റയാണ് ഫസ്റ്റ് ഫിഷ്. കടയിൽ നിന്ന് ഇതിനെ വാങ്ങിച്ചപ്പോൾ ഇതൊരു ഫീമെയിൽ ബെറ്റയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ ബെറ്റ ഇങ്ങനെ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കാണുന്നത്. ഇതൊരു മെയിൽ ബെറ്റയാണോ ഫീമെയിൽ ബെറ്റയാണോ എന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമോ? യൂഷ്വലി ഞാൻ പെറ്റ് ഫിഷുകൾക്ക് അങ്ങനെ പേരൊന്നും ഇടാറില്ല, പക്ഷേ ഇവനെ എനിക്ക് നല്ല അങ്ങ് ഇഷ്ടമായി. എന്നാൽ എന്ത് പേരിടണമെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? കുറച്ച് റെയർ ആയിട്ടുള്ള 2 മീനുകളാണ് ബാക്കിയുള്ളത്. അതിലെ ആദ്യത്തേതാണ് ഈ സെലസ്റ്റിയൽ പേൾ ഡാനിയോ എന്ന് പറയുന്ന ഒരു നാനോ ഫിഷ്. ചിലപ്പോൾ ഇതിനെ ഗാലക്സി റാസ്ബോറ എന്നും കൂടെ പറയാറുണ്ട്. ഇതിൻ്റെ മേത്തുള്ള ഈ ഡോട്ടുകൾ നോക്കുമ്പോൾ ഒരു ഗാലക്സിയിലത്തെ സ്റ്റാറുകൾ പോലെ തോന്നുന്നതുകൊണ്ടാണ് ഇതിന് അങ്ങനത്തെ ഒരു പേരുള്ളത്. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു നാനോ ഫിഷാണ് കേട്ടോ ഇവർ. മൂന്നാമതുള്ളത് ഒരു ക്യാറ്റ് ഫിഷാണ്. ഇവരെ പറയുന്നതാണ് പാൻറ്റ കോറിഡോറ. യൂഷ്വലി ഒരു 6 എണ്ണമെങ്കിലും ഒരു അക്വേറിയത്തിൽ ഇടണമെന്നാണ്. എന്നാൽ കടയിൽ ഞാൻ ചെന്നപ്പോൾ ഇപ്രാവശ്യം ആകെ 4 എണ്ണം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അവർക്ക്. അതുകൊണ്ട് തൽക്കാലം ഇവർ കുറച്ച് ബാക്കിൽ അങ്ങ് ഷൈ ആയിട്ട് മാറി നിൽക്കുവാണ്. ഈ ഒരു 1.5 months ഒരു 4-5 തവണയോ ഞാൻ ഈ ചെടികളെയൊക്കെ മുറിച്ച് തിരിച്ച് നട്ടിട്ടുണ്ട്. അക്വേറിയത്തിൽ DIY ആയിട്ട് ഉണ്ടാക്കിയ CO2-വും ലൈറ്റ്സും ഫിൽറ്ററും ഒക്കെ ആക്ച്വലി നന്നായിട്ട് ഇപ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ കുറച്ച് എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് 2 months ആയിട്ടുള്ള ഒരു എഫേർട്ടിന് ശേഷം നല്ല പീസ്ഫുള്ളും വൈബ്രൻറ്റും ആയിട്ടുള്ള ഒരു നാനോ അക്വേറിയം സെറ്റായി. ഈ ഒരു അക്വേറിയത്തിൻ്റെ ബിൽഡിൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.